ഫുഡ് ഇന്നോവേറ്റീവ് കോൺക്ലേവ് എന്ന് പറഞ്ഞ ഒരു സെമിനാറാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് 28-ാം തീയതി മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണൂർ നമ്മൾ മലബാറിൻ്റെ ഒരു ഭാഗമാണ്. വളരെയേറെ സ്റ്റോറീസും അതുപോലെ ട്രഡീഷണലായുള്ള വലിയൊരു ഹിസ്റ്റോറിക്കൽ ഫുഡിൻ്റെ ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടത്തേക്ക് ഞങ്ങളുടെ സ്ഥാപനമായ കാറ്റർബി എന്ന രീതിയിൽ ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ നമ്മൾ ഫുഡ് മേഖലയിലോട്ട് ട്രെയിനിങ് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവർ ട്രഡീഷണലായിട്ട് ഇപ്പം വീട്ടമ്മമാരായിട്ടും മറ്റുള്ളതായിട്ടും സെയിൽസിലൊക്കെ ഉള്ളവരൊക്കെ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഇന്നോവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായ പലതും എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത്. അത്തരം രീതിയിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ടപ്പായിട്ടും MSMEൻ്റെ അണ്ടറിലൊക്കെ രജിസ്റ്റർ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് ബ്രാൻഡ് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്, പ്രൊഡക്ട്സുകളുണ്ട്. ഇതൊന്നും നമ്മളെ ഇടയിൽ അധികം പോപ്പുലറല്ല. അപ്പോൾ ഇത്തരക്കാരെ നമ്മൾക്ക് ഒരു മുൻഗണന എന്ന രീതിയിൽ ജനകീയമായിട്ട് കൊണ്ടുവരാനും ഇതിലൂടെ ഒരു ബിസിനസ് സംരംഭകത്വം വളർത്തുക എന്നുള്ളതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിലുപരി ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കുലിനറി അസോസിയേഷൻ്റെ ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പ്രൊമോട്ട് ദ ലോക്കൽ ക്യുസീൻ എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ നിത്യജീവിതത്തിൽ നമ്മളൊക്കെ പല ആസ്പെക്ട്സും, എസ്പെഷ്യലി ഇപ്പം നമുക്കറിയാൻ പറ്റും രോഗത്തിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നിത്യശൈലി രോഗം എന്നാണ്. അപ്പോൾ ഇവിടെ ഫുഡ് ഫോർ മെഡിസിൻ തന്നെയെന്ന് പറയുന്നത്, കാരണം ഭക്ഷണമാണ് മരുന്ന്. ഇത്തരം രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഇൻബാലൻസിങ് ആണ് ഇതിന് ആഫ്റ്റർ എഫക്റ്റായിട്ട് വരുന്നത്. ഇതിന് ഏറ്റവും നല്ല റെമഡി എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷൻ തന്നെയാണ്. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെ അംഗീകരിച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ 12 മാസത്തിൽ ഓരോ 3 മാസവും നമ്മുടെ നാട്ടിൽ വളരുന്ന വിളകളും സാധനങ്ങളും ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബാലൻസ്ഡ് മീലാവുന്നുള്ളത്. അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ് ഡോക്ടർ ജയരാജ് സാറ്, ഐക്കാർ KVKൻ്റെ ഡയറക്ടറായിരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതായത് അഗ്രീനെ എങ്ങനെ ബിസിനസ്സാക്കി മാറ്റാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ മഷ്റൂം ആയിക്കോട്ടെ, വാല്യൂ അഡീഷനിലെ പല ആൾക്കാരും നമ്മളെ കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് മെഷീൻ എന്ന് പറയുന്നൊരു പ്രത്യേകത. അതും ഞാൻ പറഞ്ഞുതരുന്നത്, കാരണം ഇന്ന് ഞങ്ങൾ ഈ ഹോട്ടൽ സെഗ്മെൻറ്റിൽ എൻ്റെ 27 വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടെത്തിയ 3 ഇൻസൈറ്റ്സാണ്. ഒന്ന് രുചി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വലിയ. ഏതൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു രുചി കിട്ടുന്നില്ല. രണ്ടാമത് സ്റ്റാഫിൻ്റെ ഷോർട്ടേജാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് അന്യ സംസ്ഥാനക്കാർ ഇപ്പം ക്ലീൻലെസ് ഇല്ല, ഹൈജീൻ ഇല്ല, വൃത്തിയില്ല എന്ന് പറയുമ്പോഴും ഇവിടെ ജോലി ചെയ്യാൻ ഈ മേഖലയിൽ ആളുകളില്ല. ഇവിടെയാണ് മറുഭാഗത്ത് നമ്മുടെ മലയാളികൾ തന്നെ കുട്ടികൾ ഒരുപാട് പേര് മറ്റുള്ള പല കോഴ്സുകളും പഠിച്ചിട്ട് അഭ്യസ്ത വിദ്യരാണ്, പക്ഷേ ജോലിയില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഈ ഹോസ്പിറ്റാലിറ്റി എന്നൊരു മേഖലയിൽ ഇന്ന് മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15,000 തൊട്ട് മുകളിലോട്ടാണ് സാലറി കൊടുക്കുന്നത്. നോർത്ത് ഇന്ത്യൻസൊക്കെ ഇവിടെ വന്നിട്ട് സർവീസ് ചെയ്തിട്ട് 18,000 30,000 രൂപയ്ക്ക് സാലറി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഈ മേഖലയിലോട്ട് നമ്മുടെ യങ്സ്റ്റേഴ്സ് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവരെയും നമ്മൾ സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ടേസ്റ്റ് കറക്റ്റ് ഇല്ലാത്തപ്പോൾ ഞങ്ങൾ റെസിപ്പി മാനേജ്മെൻറ്റ് ചെയ്തു, മെനു എഞ്ചിനീയറിംഗ്, കൃത്യമായ ഒരു മെനു ഉണ്ടാക്കി അത് ഹോട്ടലിൽ കൊടുത്ത് അത് ഫോളോ ചെയ്യും. രണ്ടാമതാണ് ഈ സ്റ്റാഫിൻ്റെ ഷോർട്ടേജിന് ഒരു പരിധി വരെ നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്തരം രീതിയിൽ ഈ ഭക്ഷ്യ വ്യവസായത്തിനെ ഏതൊക്കെ രീതിയിൽ പിന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും, അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും, മുസാഖ അതിനെക്കുറിച്ച് പറയും, നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്ലൗഡ് സംവിധാനങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ കുറേ കമ്മ്യൂണിറ്റിയിലൂടെ ഡെവലപ്പ് ചെയ്യും. അത്ര രീതിയിൽ കണ്ണൂർ ജില്ലയിലൊക്കെ പ്രൈവറ്റും ഗവൺമെൻറ്റൊക്കെ ഫുഡ് പാർക്കുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഡെവലപ്പ് ചെയ്യുക, ഇതിലൊക്കെ സാധ്യതകളുണ്ട് എന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങളിവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജനകീയമായ ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഒരു ഇനീഷ്യേറ്റീവ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 27 വർഷമായാലും ഞാൻ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് എനിക്ക് പബ്ലിക്കായിട്ട് ലിമിറ്റഡ് ആയിട്ട് ഇടപെടാൻ പറ്റിയുള്ളൂ. പക്ഷേ ഇനി കാരണം ഞാൻ ടോട്ടലി ജനങ്ങളിലേക്ക് വരികയാണ് ഇത്തരം കാര്യങ്ങൾ. അതായത് പിന്നെ അടുത്തത് ഒരു മെസ്സേജും കൂടെ ഇതിനകത്ത് പാസ് ചെയ്യാന്ന്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് 2K കിഡ്സ് എന്നൊക്കെ പറയുന്നത് ഇവർ ഒരു അവയർനെസ് കളക്ട് ചെയ്യുന്നത് ഫ്രം സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം ജെന്യൂനാലിറ്റി ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്നത്. അപ്പം ഇവിടെയാണ് സയൻസിൻ്റെ ഇമ്പോർട്ടൻസിൽ സബ്ജക്റ്റ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഫുഡ് സയൻസ്, ഫുഡ് ടെക്നോളജിനെ ബേസ് ചെയ്തിട്ട് എന്നുള്ളത്. രണ്ടാമതാണ് നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇന്ന് പലരും ഈ ഹെൽത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല റെമഡീസും എടുക്കുന്നുണ്ട്, ഷോർട്ട് കട്ട്സൊക്കെ.
അതായത് തടി കുറക്കാൻ വേണ്ടിയിട്ട് പല ആക്ട് ചെയ്യുന്നു, തടി കൂട്ടാൻ വേണ്ടിയിട്ട് പല മിനറൽസ് കൊടുക്കുന്നു. പക്ഷേ ഇതെല്ലാം ബോഡിയിൽ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാക്കുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. കറക്റ്റ് ബാലൻസ്ഡ് മീലായിട്ട് ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രാക്ടീസ് ഒന്നും ഇപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ അവർ ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് പലർക്കും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ പുതിയ പല സംവിധാനങ്ങളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റൻറ്റ് ഉപ്പ്, നമ്മളിപ്പോൾ ഒരു മാഗി 2 minutes എന്നുള്ള ഇതിലാണ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും മാഗിയിൽ അഡിക്റ്റഡാണ് അല്ലേ? പക്ഷേ ഇതിൻ്റെ തന്നെ നാച്ചുറൽ ഫോം കൂടെ വന്നിട്ടുണ്ട്. ഇടിയപ്പം ഉണ്ട്, അതുപോലെ തന്നെ പുട്ട് ഒക്കെ സ്റ്റീംഡ് ആയിട്ടുള്ള സംഭവമുണ്ട്. അതായത് വിത്തിൻ 2 minutes നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നില്ല. അതുപോലെ റിട്രോട്ടിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി, യാതൊരു പ്രിസർവേറ്റീവ് ഇല്ലാണ്ട് 1.5 വർഷം വരെ ഫുഡ് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആയിരിക്കും അയ്യോ അതിലെന്തോ ചേർത്തിട്ടുണ്ട്. ഐ തിങ്ക് അതൊന്നുമല്ല, അതിൻ്റെ എക്സ്പെർട്ട് സാർ തന്നെ അതിനെക്കുറിച്ചൊക്കെ പറയും. ഇങ്ങനത്തെ പുതിയത്. പിന്നെ ഞങ്ങളിവിടെ കാശ്മീരിൽ പോയപ്പോഴത്തേക്കാണ് ഒരു വല്ലാത്തൊരു സംഭവം ഉണ്ടായത്. കാരണം അവിടെ 6 മാസത്തോളം സ്നോ ആയിരിക്കും. അപ്പോൾ 6 മാസത്തേക്കുള്ള ഫുഡ് സെക്യൂരിറ്റി അവർ ചെയ്യുന്നത് അവിടെയുള്ള വാഴക്ക, വെണ്ടക്ക എന്ന് വേണ്ടി സകല സാധനം ഇവർ ഉണക്കി സൂക്ഷിക്കും. 6 മാസത്തേക്കുള്ള ഫുഡ് ഡ്രൈഡ് ഫുഡാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഇപ്പം നമുക്കറിയാം, റീസെൻ്റ്ലി നമ്മളിവിടെ കൊറോണ വന്ന് പ്രളയമൊക്കെ വന്നപ്പോൾ നമ്മൾ ലൈവ് ഫുഡിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. അതേസമയം ഈ പ്രോസസ് ഫുഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതും. അതുകൊണ്ട് ഈ ജനങ്ങൾ ഈ ഫുഡ് സേഫ്റ്റി, അതുപോലെ തന്നെ ഫുഡ് സേഫ് SSIയും അതുപോലെ ഈറ്റ് റൈറ്റ് ഇന്ത്യയും ഒരുപാട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ട്രോങ്ലി. നിങ്ങൾ മീഡിയേൻ്റെയും കൂടെ ഒരു സപ്പോർട്ടോടെ കൂടിയിട്ട് ഫർദർ ആക്ഷനിലോട്ട് പോകുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് പിന്നെ നിങ്ങളെ കൂടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാമെന്ന് മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ച് 10 മണിക്ക് 10:10 ബഹുമാനപ്പെട്ട അഴീക്കോട് MLA ശ്രീ KV സുമേഷ് സാറാണ് അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അതിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളായിട്ട് മുസഫ് സാറുണ്ട്, അതേപോലെ ജയരാജ് സാറുണ്ട്, മൂസ ഷിഫ, അതുപോലെ തന്നെ മുംതാസ് ആസാദ്, ഷഹനാസ് MA ഓദർ തുടങ്ങിയവരെല്ലാം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ സെലക്റ്റീവായുള്ള 10 ഓൺട്രപ്രണർക്ക്, അതായത് സാധാരണക്കാരായി വന്നിട്ട് ഇന്ന് കണ്ണൂരിൽ നല്ലൊരു വ്യവസായം, അതായത് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ജീവിതമാർഗം കണ്ടെത്തിയ 10 പേർക്ക് റൈസ് ടുഗദർ എന്നുള്ള ഒരു അവാർഡും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഫുഡ് രംഗത്ത് ധാരാളം വരുന്നുണ്ട്. അതുപോലെ ഈ ഓയിലൊക്കെ, പിന്നെ സ്പ്രേ ടൈപ്പ് ഓയിൽ, അപ്പം നമുക്ക് ഇത്രയും ഓയിലിൻ്റെ കൺസ്യൂം കുറക്കാൻ പറ്റും. നമുക്ക് 1 ലിറ്റർ ഓയിൽ വേണ്ടുന്നിടത്തിൽ 100 മില്ലി ഓയിൽ മതി. ഇങ്ങനെയൊക്കെയുള്ള ഇന്നോവേഷൻ നമ്മൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ണൂരിലേക്ക് അതിനെ പരിചയപ്പെടുത്തി, ഇതൊക്കെ ഒരു കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണൂരിനത് പരിചയപ്പെടുത്താനും കണ്ണൂരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങളിൽ ഒരു കാറ്റർബേ എന്നുള്ള ഒരു സ്ഥാപനം ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ MLAയും മറ്റുള്ള ഡിഗ്നിറ്ററീസൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ആളുകൾ അറിയേണ്ടിയിട്ടുണ്ടെങ്കിൽ പത്രക്കാരെന്നുള്ള നിലയിൽ നിങ്ങളും കൂടി ഒന്ന് സഹകരിച്ചാൽ മാത്രമേ ആളുകൾ അറിയുക. അപ്പോൾ സംരംഭകർ സപ്പോർട്ട് ചെയ്യുന്നത് നാട് വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണ്ടെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരാൾ മാത്രം വികസിക്കുന്നതാണ് ഗ്രോത്ത് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ അയാൾക്ക് എവിടെയെങ്കിലും ശരീരത്തിൽ മുഴേണ്ടതാണ് ഗ്രോത്ത് എന്ന് പറയും. പക്ഷേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യണം. അതിന് സംരംഭകരെ നമ്മൾ ഉണ്ടാക്കി തന്നെ കൊണ്ടുവരണം. അത് വീടുകളിൽ നിന്നൊക്കെ, അത് ഓരിപ്പം പുതിയ നയങ്ങളൊക്കെ വന്ന് വീടുകളിലൊക്കെ നമുക്ക് വ്യവസായം തുടങ്ങാം. അത് ലൈസൻസിംഗ് ഒക്കെ കുറച്ചും കൂടി ഉദാരമാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആളുകളെ സംരംഭകരാക്കിക്കൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ റിച്ച്നെസ് കൊണ്ടുവരാൻ സാധിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു കർത്തവ്യം എന്ന് മാത്രമാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. താങ്ക് യു. പലരുടെയും വീടുകൾ 2000-3000 സ്ക്വയർ ഫീറ്റിൽ വീടുകൾ കേവലം 500 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അവർക്ക് മുകൾ ഭാഗം ഫുൾ കാലിയാണ്. അവിടെയൊക്കെ ലൈസൻസ് കൊടുത്തുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അവരവരുടെ ജീവിതത്തിൻ്റെ ഉപാധി കാണാനുള്ള രീതിയിൽ ലൈസൻസ് കൊടുക്കാനൊക്കെ ഗവൺമെൻറ് തീരുമാനമായി വരികയാണ്. അവരുടെ കടകൾ നോക്കി പോവാതെ അവർക്കുള്ള കഴിവുകൾ അവർ വീട്ടിൽ നിന്ന് വികസിപ്പിച്ചെടുക്കാനും അതിന് അനുകൂലമായ രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് സേഫ്റ്റിയൊക്കെ സയൻസ് ബേസ്ഡാണ്. പുതിയ പുതിയ ടെക്നോളജികൾ പലതും നമുക്കറിയില്ല. ഇപ്പോൾ ഈ റഷീദ് ഭായി ശരിക്കും പറഞ്ഞാൽ ഈ രംഗത്ത് 27 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളപ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും ഞാൻ ഒപ്പീനിയൊക്കെ തേടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഒപ്പീനിയൻ തേടാൻ കാരണം എന്ന് വെച്ചാൽ ഈ രംഗത്ത് ഗൾഫ് കൺട്രീസിലും വേൾഡിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾ സമൂഹത്തിലേക്ക് എന്ത് ചെയ്യണം, പകർന്നു കൊടുക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമാണിത്. അതിനുകൊണ്ട് നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാമിൽ എത്തുക, പൊതുജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക. സമൂഹത്തിനെ നമുക്ക്
ഫുഡല്ല വേണ്ടത്. ആ ഫുഡ് എന്തായിരിക്കണം? സേഫായിരിക്കണം. നമ്മുടെ ഫുഡ് സേഫ്റ്റിനെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഇല്ല. പലരും ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നാ പറയാം. ഫുഡ് കഴിഞ്ഞിട്ട് സേഫ്റ്റി ഇല്ല, ഫുഡ് സേഫ്റ്റിയാണ്.